ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി നാളെ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം നാളെ പുലർച്ചെ 2:42 മുതൽ 3:42 വരെ. പുലർച്ചെ 2-ന് ശേഷം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ശ്രീലകവാതിൽ തുറക്കും. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരി, ചക്ക, മാങ്ങ, കൊന്നപ്പൂവ്, ഗ്രന്ഥം, സ്വർണം, വസ്ത്രം, നാണയം, നാളികേരം എന്നിവ വെച്ചാണ് കണിയൊരുക്കുന്നത്. ശ്രീലകത്ത് മുഖമണ്ഡപത്തിൽ സ്വർണ്ണസിംഹാസനത്തിൽ പൊൻതിടമ്പും കണിക്കോപ്പുകളും വെച്ച് ഭക്തർക്കുള്ള കണിയൊരുക്കും. നമസ്കാര മണ്ഡപത്തിലും കണിവയ്ക്കും. നാലമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഭക്തർക്ക് കണ്ണനെയും വിഷുക്കണിയെയും കാണാനാകും. കണി കണ്ടെത്തുന്നവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകും. KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു, 20 പേർക്ക് പരിക്ക്. മലപ്പുറത്ത് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. ദേശീയപാതയിലെ തലപ്പാറയിൽ ഇന്നലെ 12 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ 20-ലേറെ പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന ബസ് 10 അടിയിലേറെ താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ സാരമല്ല. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. പിറകിൽ വന്ന ബസ്സിലെ യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ. പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പിന് കുരുക്കിട്ട് വനംവകുപ്പിന്റെ സർക്കുലർ പുറത്തിറങ്ങി. ഇതോടെ തൃശൂർ പൂരം പ്രതിസന്ധിയിൽ. ആനയ്ക്ക് 50 മീറ്റർ അടുത്തുവരെ ആളുകൾ നിൽക്കരുത്. അവയുടെ 50 മീറ്റർ ചുറ്റളവിൽ തീവട്ടി, പടക്കങ്ങൾ, താളമേളങ്ങൾ എന്നിവ പാടില്ല. ഈ നിർദ്ദേശങ്ങളാണ് വനംവകുപ്പ് സർക്കുലറിലുള്ളത്. ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ മാസം 15-ന് മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്ന് ആന ഉടമ സംഘടന വ്യക്തമാക്കി. ആന ഉടമകളുടെയും ഉത്സവ സംഘാടകരുടെയും അടിയന്തര യോഗം ഉച്ചയ്ക്ക് 1-ന് തൃശൂരിൽ ചേരും. തൃശൂർ പൂരത്തിന് ആവേശം പകരാൻ പൂരപ്രേമികളുടെ ആരാധനാപാത്രമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഈ മാസം 17-ന് തീരുമാനമെടുക്കും. മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ഗർഭിണിയായ യുവതി ചികിത്സയ്ക്കിടെ മരിച്ചു. കോഴിക്കോട് കായണ്ണ കുറ്റുവയൽ കൃഷ്ണപുരിയിൽ അഭിനന്ദിന്റെ ഭാര്യ സ്വാതിയാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. 7 മാസം ഗർഭിണിയായിരുന്നു. സ്വാതി കുട്ടികളില്ലാത്തതിന് ചികിത്സ തേടിയ ശേഷമാണ് ഗർഭിണിയായത്. പരിശോധനകൾക്കായാണ് ഇന്നലെ എടപ്പാളിനെ ആശുപത്രിയിലെത്തിയത്. എന്നാൽ ആശുപത്രിയിലെ പരിശോധനയിൽ കുട്ടി മരിച്ചതായി കണ്ടെത്തി. ഇതോടെ ഉടൻ തന്നെ ലേബർ റൂമിൽ കയറ്റി കുട്ടിയെ പുറത്തെടുക്കാൻ നീക്കം നടത്തി. രാത്രിയോടെ സ്വാതിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. ചെമ്മരത്തൂർ ചേറോട്ട് കൃഷ്ണകുമാറിന്റെയും നന്ദജയുടെയും മകളാണ്. പ്രസവത്തോടനുബന്ധിച്ച് ചെമ്മരത്തൂരുള്ള സ്വന്തം വീട്ടിലാണ് സ്വാതി നിന്നിരുന്നത്. BJP സ്ഥാനാർത്ഥിക്കെതിരെ കോടികളുടെ തട്ടിപ്പാരോപണം. റോഡ് ഷോ റദ്ദാക്കി അമിത്ഷാ. BJP സ്ഥാനാർത്ഥി ദേവനാഥൻ യാദവിനെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് കാരക്കുടിയിൽ ഇന്ന് നടത്താനിരുന്ന റോഡ് ഷോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റദ്ദാക്കി. ദേവനാഥിന്റെ മൈലാപ്പൂർ ഹിന്ദു പെർമനന്റ് ഫണ്ട് എന്ന സ്ഥാപനം വഴി 525 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. പലിശയും മറ്റും ലഭിക്കാതായത് ചോദ്യം ചെയ്ത നിക്ഷേപകരെ സ്ഥാപനത്തിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 300 കോടി രൂപ ആസ്തിയുള്ള ദേവനാഥിന്റെ സ്ഥാപനത്തിൽ നിന്ന് നൽകിയ ചെക്കുകൾ ചിലത് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ മാറാനായില്ലെന്നും നിക്ഷേപകർ ആരോപിച്ചു. 5000-ലധികം നിക്ഷേപകരിൽ ഏറെയും വിരമിച്ച ജീവനക്കാരും മുതിർന്ന പൗരന്മാരുമാണ്. ആരോപണങ്ങൾ തെറ്റാണെന്നാണ് സ്ഥാനാർത്ഥിയുടെ നിലപാട്.